ഹലോ. അങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ ഇടാത്തെന്താ, ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തെന്താ, ആ അടുക്കളയൊക്കെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ലോങ് വീഡിയോ ഇടാമെന്ന്. കാരണം ഞാനിന്ന് ഓഫീസിൽ പോയില്ല. പൊന്നൂന് നല്ല പനിയാണ്. 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇവിടെ ഇരുന്ന് പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റൊക്കെ കൊടുത്തിട്ടൊന്നും അവൾക്ക് മാറ്റമില്ല. മൂക്കൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്, നല്ല കഫമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് ഓഫീസിൽ പോയില്ല. അങ്ങനെ ഇതാ രാവിലെ ഉറക്കം എണീറ്റു. ഒരു സ്റ്റെപ്പ് ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പുറത്ത് മഴയൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് പുറക് സൈഡിൽ അടുക്കളയുടെ ബാക്കിലായിട്ട് അച്ഛൻ ഉടംകൊല്ലി എന്നാണ് പറയണത് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത്. നിങ്ങളുടെ അവിടെ എന്ത് പറയുന്നത്, നല്ല എരിവാണ് ആ മുളവിന്. നല്ല ഉണ്ടായിട്ടിരിക്കും, അങ്ങനത്തെ മുളകാണ് കേട്ടോ. ഉണ്ട മുളകാണ്, അപ്പോൾ നല്ല എരിവാണത്. അങ്ങനെ നമ്മളിവിടെ ഉടംകൊല്ലി എന്നാണ് പറയണത്. വേറെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നല്ല കുറേ ഇങ്ങനെ കാച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കി. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്. രാവിലെ ആയിട്ട് ആ മഴയ്ക്കൊരു ശമനവും ഇല്ല. അങ്ങനെ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്നു എൻ്റെ മടിയിലിരുന്നു. അങ്ങനെ ഞാൻ നേരെ അടുക്കള വാതിലൊക്കെ തുറന്നു, ജനലൊക്കെ തുറന്നു. നേരെ ഒന്ന് നോക്കിയത്, കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ നേരെ നോക്കിയത് തലേദിവസം അപ്പത്തിനരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊങ്ങിയോന്നാണ് വേറെ ഒന്ന് നോക്കിയത്. കാരണം ഞാൻ എപ്പോൾ അപ്പത്തിനരച്ചാലും അത് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകില്ല. അപ്പോൾ അപ്പത്തിനരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ വന്ന് ആകാംക്ഷയാണ് എനിക്ക്. തലേദിവസം കിടന്നുറങ്ങുമ്പോൾ നാളെ ഇനി അപ്പത്തിൻ്റെ മാവ് പൊങ്ങോ എന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ രാവിലെ എണീറ്റിട്ട് അതാണ് ഞാൻ നേരെ അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ നോക്കിയത്. അപ്പോൾ അത് പൊങ്ങിയത് കണ്ടപ്പോഴത്തേനും എനിക്കത് സന്തോഷമായി കേട്ടോ. അപ്പോൾ അപ്പത്തിന് എന്തായാലും ഞാൻ വിചാരിച്ചു മുട്ടക്കറി അല്ലെങ്കിൽ കടല വയ്ക്കാമെന്ന്. അപ്പോൾ മുട്ട നോക്കിയപ്പോൾ മുട്ടയില്ല. അപ്പോൾ കടല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കടല വയ്ക്കാമെന്ന്. അങ്ങനെ തലേദിവസം വെള്ളത്തിൽ കടല എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പത്തിനുള്ള കടല കുക്കറിലോട്ട് ഇടുന്നുണ്ട്. അതിനെ ഗ്യാസൊക്കെ കത്തിച്ച് അതിനാദ്യം അടുപ്പത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊന്നൂസ് പറയുകയാണ് അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ ഇല്ല, ഇപ്പോൾ തൊടുപുഴയാണ് വർക്ക്. അപ്പോൾ ഞാനും പൊന്നൂസ് മാത്രമേ ഉള്ളൂ. അച്ഛൻ രാവിലെ ചായ കുടിച്ചിട്ട് അച്ഛൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും പൊന്നൂനും മാത്രം മതിയല്ലോ. അപ്പം കടലക്കറി അന്ന് രാവിലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി എടുക്കും. പിറ്റേ ദിവസം രാവിലെ ഉണ്ടെങ്കിൽ രാവിലെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ അതാ കടലയൊക്കെ കുക്കറിലോട്ട് വെച്ചിട്ട് ഞാൻ നേരെ ഉള്ളി അരിയാനായിട്ടുള്ള ഇതിലോട്ട് വന്നു. അപ്പോൾ ചേട്ടൻ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേനും പൊന്നും എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ കോളിൽ ചേട്ടനെ കാണിക്കാമെന്ന്. ചേട്ടന് ഉറക്കം എണീറ്റിട്ട് ഇരിക്കുന്ന ഇതാണ് കേട്ടോ. തലേദിവസം നൈറ്റ് ഫുള്ള് വർക്കായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റിട്ട് പൊന്നിന് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ തന്നെ വിളിച്ചു നമ്മളെ. അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടേ വിളിക്കുകയുള്ളൂ. കാരണം നൈറ്റ് വർക്കായതുകൊണ്ട് എന്തായാലും ഒരു 10-11 മണിയാവും നമ്മളെ വിളിക്കുമ്പോൾ. ഇതിപ്പോൾ നേരത്തെ വിളിച്ചു, അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട്. ഇനി ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവളെയും കൊണ്ട്. കാരണം 2 ദിവസമായല്ലോ പനി. അപ്പോൾ ഇനി എന്തായാലും ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എല്ലായിടത്തും പനിയാണ്. അതുമാത്രമല്ല ഇപ്പം ക്ലൈമറ്റ് മോശമല്ലേ. അപ്പോൾ എന്തായാലും മെഡിസിൻ 2 ദിവസത്തിൽ കൂടുതൽ കൊടുക്കുന്നതിനേക്കാളും എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇനി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ, രാവിലത്തെ ആഹാരം കഴിച്ചതിന് ശേഷം ഉച്ചത്തേക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. ഇവിടെ നമ്മുടെ അടുത്ത പെരിങ്ങടുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം നമ്മൾ വേറെ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, അവൾക്ക് മൂക്കിൽ ചെറുതായിട്ടൊരു ഇതുപോലെ വന്ന് നിൽപ്പുണ്ട്. അത് ഭയങ്കര പേടിക്കാനുള്ളതൊന്നും അല്ല, എന്നാൽ അത് വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അപ്പം വളർന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂക്കിൽ സ്പ്രേയും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് തന്നായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ചുരുങ്ങുമെന്ന് പറഞ്ഞു. നമുക്ക് രാത്രി നല്ലൊരു കൂർക്കം വലിയുണ്ട്. പിന്നെ നമുക്കൊരു ഇറിറ്റേഷനുണ്ട് ഉറങ്ങുമ്പോഴത്തേന്. പിന്നെ തലയൊക്കെ പൊക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അവൾക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. എന്നാലും എത്ര ദിവസത്തേക്ക് നമ്മളിതിങ്ങനെ ഇരിക്കും. അപ്പം ഞാനിത് ആദ്യം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്
അത്രയും കാര്യമാക്കിയിരുന്നില്ല. പിന്നെ കൂർക്കം വലിക്കും, അത് നമ്മളാൽ വലിക്കുമല്ലോ എന്നങ്ങനെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾ കൂർക്കം വലിച്ചാലും വാ തുറന്ന് വെച്ച് ഉറങ്ങിയാലും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് നമ്മളാദ്യം അന്വേഷിക്കണം. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേനും കണ്ടു, ചെറുതായിട്ടിങ്ങനെ ചത പോലെ വളരുന്നുണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങളിൽ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും അത് കൊണ്ട് കാണിച്ച് അത് ക്ലിയർ ചെയ്യണം. അത് വളർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്പ്രേക്കൊക്കെ എഴുതി തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ സ്പ്രേ ഇങ്ങനെ 2 ദിവസമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് പറയണമെന്ന് തോന്നിയത്. അങ്ങനെ കൂർക്കം വലിയോ അങ്ങനെ അവർക്ക് ശ്വാസം എന്തെങ്കിലും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കണം കേട്ടോ. കൂർക്കം വലി ആയാലും കുഞ്ഞുങ്ങൾ വാ തുറന്ന് വെച്ച് ഉറങ്ങിയാലും നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കണം. കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളത് കാണിച്ചത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കാനില്ലല്ലോ. അങ്ങനെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇതാ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അരി ഇതാ കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. കുറേ നാളായല്ലോ അടുക്കളയൊക്കെ കാണിച്ചിട്ടല്ലേ. കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. മുമ്പ് കണ്ടവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുക്കറിൽ 2 വിസിലടിക്കുമ്പോഴത്തേനും കുക്കറിൽ ചോറ് വേവും. പിന്നെ അതൊന്ന് ആറിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിട്ടിരിക്കും കേട്ടോ കുക്കറിൽ. അങ്ങനെ ഓരോ അടുപ്പിൽ കടലയൊക്കെ വെന്തു. അതെടുത്ത് മാറിയതിന് ശേഷം ഞാൻ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. കടലയൊക്കെ വെന്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് നേരത്തെ ഒരു സംഭവം കാണിച്ചില്ലേ, മീൻ. അത് നമ്മളിവിടെ കരുവാടെന്ന് പറയും. വാളക്കരുവാടാണ് കേട്ടോ. ചില നാട്ടിൽ വാളക്കരുവാട് ഒരു പാമ്പാടാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില വ്ളോഗേഴ്സ്. പാമ്പാടാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ നീളത്തിൽ പാമ്പ് പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത്. എന്തോ അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ വാള എന്നാണ് പറയുന്നത്. വാളക്കരുവാട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉടങ്കലി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അതിട്ട് കരുവാട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിട്ട് കരുവാട് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നുവാണെങ്കിൽ ഞാൻ എപ്പോഴും അടുക്കളയിൽ നിന്നാലും അവൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ വന്നിങ്ങനെ സഹായിച്ച് തരും. ഞാൻ മാറെന്ന് പറഞ്ഞാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരണം. അങ്ങനെ ഇതാ നമ്മുടെ ഗ്യാസിൽ 3 അടുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരടുപ്പിൽ കടലക്കറി, ഒരടുപ്പിൽ ചോറ്, അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കടലക്കറി ഇപ്പുറത്തോട്ട് വച്ചതിന് ശേഷം നമുക്ക് സവാള ഒക്കെ വശക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരടുപ്പിൽ സവാള വശക്കാണ്. കടലക്കറിക്കുള്ള കടല അപ്പുറത്ത് ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കണം. ഒരു അടുപ്പിൽ ഉള്ളി വശക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും കടല വേവും. അപ്പോൾ രണ്ടും ഈക്വൽ ടൈമിൽ അങ്ങ് കിട്ടിക്കോളും. ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം എന്ന് പറയുമ്പോൾ ഇരുമ്പ് ചട്ടി എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. മിക്കവാറും സാധനങ്ങൾ ഞാൻ അതിലായിരിക്കും ഉണ്ടാക്കുന്നത്, തോരനോ മെഴുക്കുവരട്ടിയോ. കാരണം അതിലാണെങ്കിൽ എണ്ണ കുറച്ച് മതി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ മെഴുക്കുവരട്ടിയാണ് പറയേണ്ടി വന്നത്. മെഴുക്കുവരട്ടി ആയാലും എന്ത് കറിയായാലും അതിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് എണ്ണയും മതി, എണ്ണ കുറച്ച് തന്നെ മതി. ബാക്കി എല്ലാ സാധനം പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉള്ളിയായാലും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്കയായാലും എല്ലാം പെട്ടെന്ന് തന്നെ വരണ്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും എന്ത് സാധനം ഉണ്ടെങ്കിലും ഇതിൽ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കടലക്കറി സെറ്റായിട്ടുണ്ട്. കടലയ്ക്കുള്ള തേങ്ങ ഞാൻ അരിച്ചെടുക്കാൻ, തേങ്ങയ്ക്കുള്ള പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി മടിച്ചിട്ട് ഞാൻ അരച്ച് തന്നെ ചേർത്തു. പക്ഷേ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ കറിയിൽ ചിക്കൻ മസാല ഇടത്തില്ല കേട്ടോ. ചിക്കൻ മസാല ഇടൂല. കടലക്കറി, ഉരുളക്കിഴങ്ങ് കറി, ഉള്ളിക്കറി ഇങ്ങനെയൊക്കെ വയ്ക്കുന്നിടത്ത് മസാല ചേർത്തുള്ള കറികളിൽ ഞാൻ ചിക്കൻ മസാല ചേർക്കും. അപ്പോൾ അന്ന് ആ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കടലക്കറി അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ ആ അടുപ്പിൽ ചൂടോടെ അപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 4-5 അപ്പം മതി. നമുക്ക് 2 മാത്രമേ ഉള്ളൂ. 4-5 ബാക്കിയുള്ളത് രാത്രിത്തേക്ക് എടുക്കാം. അങ്ങനെ ഇതാ പൊന്നും ഒരു സൈഡിൽ തന്നെ അവൾക്കാണെങ്കിൽ ഒരു ദിവസം ഈ കുക്കറുണ്ടല്ലോ, കുക്കർ അടയ്ക്കാത്തത് കൊണ്ടായിരിക്കും, ഒരു കംപ്ലൈൻ്റ് ഉള്ള കുക്കർ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ചാണ് ഒരു സംഭവം ഉണ്ടായത്. കുക്കർ പൊട്ടിത്തെറിച്ചു.
അങ്ങനെ കാപ്പി കുടിച്ചിട്ട് നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്നു. പൊന്നൂന് ഫോണിലെ ടി വിയിൽ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നത്. അടുക്കളയിലോട്ട് വന്നിട്ട് ഞാനതിനെ ഇത് കരുവാട് കട്ട് ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ചട്ടിയിൽ ഇങ്ങനെ ഉരച്ച് തന്നെ കാണണം. കാരണം ഈ വാളയിലെ പുറത്തുണ്ടല്ലോ ചുണ്ണാമ്പുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഉരച്ച് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ഉരച്ച് വേണം. അത് പച്ച മീനിലായാലും ഇതുപോലെ തന്നെയാണ്, നല്ല ചുണ്ണാമ്പുണ്ടാവും. കരുവാടിൽ കുറച്ച് ഇളകി വരാൻ താമസമാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. അങ്ങനെ ഞാൻ നന്നായിട്ട് ഉരച്ചെടുത്താണ് കഴുകുന്നത് കേട്ടോ. എപ്പോഴും കഴുകുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ പൊന്നിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞല്ലേ, അവർക്ക് ചിലപ്പോൾ എന്താണെന്ന് പോലും നേരെ പറയാനും പറ്റില്ല. അതുകൊണ്ട് എല്ലാം ഗ്യാസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചട്ടിയിൽ നന്നായിട്ട് ഉരസിയാണ് കഴുകുന്നത്. കഴുകിയെടുത്തിട്ട് നമ്മൾ സാധാരണ കരുവാടിന് എന്തെല്ലാം നമ്മൾ അരയ്ക്കും അതെല്ലാം അരച്ച് വയ്ക്കുകയാണ്. അതിന് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ഇതിത്രയാണ് കേട്ടോ അരയ്ക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരയ്ക്കില്ല കേട്ടോ. കരുവാടിന് നന്നായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കരുവാടിന് ഇങ്ങനെ നമ്മൾ തോരനൊക്കെ ഇങ്ങനെ അരയ്ക്കില്ലേ ചെറുതായിട്ട്, അവിയലിൻ്റെ പരുവത്തിലാണ് നമ്മൾ കരുവാടിൻ്റെ കണക്കെന്ന് പറയുന്നത്. വാഷ് ബേസിൽ പാത്രം കിടന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിൽ കരുവാട് കഴുകിയിട്ട് വേറെ പാത്രത്തിലാണ് കേട്ടോ ഒഴിക്കുന്നത്. പാത്രം വാഷ് ബേസിൽ കിടക്കുന്നുണ്ടേ ഞാൻ വിചാരിച്ചു എല്ലാം ഇനിയിപ്പോൾ എന്തായാലും പാത്രം കഴുകണം, ഇവിടെ എല്ലാം ഒതുക്കണം. അപ്പോൾ എന്തായാലും ചോറും കറിയെല്ലാം വെച്ച് പാത്രം കഴുകി ഫുള്ള് തൂത്തൊക്കെ ഇട്ട് തൂത്തതിന് ശേഷമൊക്കെയല്ലേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുമിച്ച് കഴിയുമെന്ന് വിചാരിച്ചു. അടുക്കള ജോലി പെട്ടെന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കരുവാട് അരിഞ്ഞിട്ട് നമ്മൾ അരച്ചു. അതിനുശേഷം നേരെ കട്ട് ചെയ്യാനുള്ള ഇതിലിട്ട് പോയി. ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളമാണേ. ഓക്കെ. അപ്പം അതിന് നമ്മൾ കുറച്ച് കരുവാട് വയ്ക്കുമ്പോൾ കുറച്ച് മലക്കറിയൊക്കെ ഇടുന്നതാണെങ്കിൽ ആ മലക്കറിയിലും കരുവാടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ കരുവാടിൽ ഇതുണ്ട്, ഈ മത്തങ്ങ, കത്തിരിക്ക, വാഴയ്ക്ക, പച്ചമുളക്, ഒരു ശകലം ഉള്ളി, ഒരു നാലിലൊരു ഭാഗം, ഒരു സവാളയുടെ നാലിലൊരു ഭാഗം കൂടെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ്. കുറച്ച് തക്കാളിയൊക്കെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിലുള്ള സാധനം വെച്ചിട്ട് ഞാനിതും കൂടെ ഇട്ടിട്ട് ഉപ്പ് നമ്മൾ തിളച്ചതിന് ശേഷം കരുവാടിൽ ചേർക്കുള്ളൂ. കാരണം കരുവാട് അവർ പച്ചമീൻ ഉണക്കുമ്പോൾ എന്തായാലും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അവർ ഉണക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കരുവാടിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും. എന്തായാലും തിളച്ചതിന് ശേഷമാണ് നമ്മൾ കരുവാടിൽ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് പുളിയൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിക്കുകയാണ്. എന്നിട്ട് പുളി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് തിളപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ ഉടംകൊല്ലി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് തിളച്ചതിന് ശേഷം ഉടംകൊല്ലി ഇട്ടാൽ മതി. നേരെ ഉടംകൊല്ലി എടുക്കാൻ പോയി. അതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ഉടംകൊല്ലി ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിലൊരു 3 പച്ചമുളക് ചേർത്തു. അതുകൊണ്ട് ഞാൻ ഒരു 3 ഉടംകൊല്ലി ഞാൻ എടുക്കുന്നുള്ളൂ. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ അത് ഭയങ്കര എരിയാണ്. അതുകൊണ്ട് ഞാൻ 3 ഉടംകൊല്ലി ചേർക്കുന്നുള്ളൂ. അതൊന്ന് തിളച്ചപ്പോഴത്തേന് ഉടംകൊല്ലിയും ചേർത്ത് കൊടുത്തു. ഇനി അതിന് തേങ്ങ അരച്ച് ഒരു ഒഴിച്ചുകറി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയായിരിക്കും പുളി ചേർത്ത് വെക്കുന്നത്. ഇതിൽ തൈര് ചേർത്ത് വെക്കുന്നെങ്കിൽ മോര് കറിയാവും. ഇനി പുളി ചേർത്ത് വെക്കുന്നത് കൊണ്ട് തേങ്ങ അരച്ച കറി, നമ്മൾ ഒഴിച്ച് കറി എന്നാണ് പറയുന്നത്. ഉലുവയൊക്കെ ചേർത്ത് കടുകറുത്ത് വയ്ക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവണം കേട്ടോ. പിന്നെ ഇപ്പോൾ വേറൊന്നും വേണ്ട, ചോറായി, ഒഴിക്കുന്ന കറിയായി, കരുവാടായി. അപ്പോൾ മതി, ധാരാളം. അപ്പോൾ ഇന്നത്തെ കോട്ട ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുക, കിച്ചൺ കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളില്ലാത്തപ്പോഴും കാണിക്കാനായിട്ടുള്ള ടൈം, ഒന്നാമത്തെ കാര്യം എനിക്ക് ഇപ്പം കുറവാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് എടുക്കാനുള്ള ഒരു മൂഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ഷോർട്സ് ഇടും, വീഡിയോ ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാനും കുറേ ടൈം വേണം. ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും ആവും. അത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് എന്തായാലും 3/4 മണിക്കൂറാവും. ഒരു വീഡിയോ ചെയ്യാൻ ഒരു 10-15 മിനിറ്റുള്ള വീഡിയോ ചെയ്യാൻ എന്തായാലും 3/4 മണിക്കൂറാവും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള ഒരു മടി കൊണ്ടാണ്, മടിയല്ല, അതിനുള്ള ടൈം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതും ഞാൻ വീഡിയോസ് ഇടാൻ വിട്ടു പോകുമ്പോഴൊക്കെ നിങ്ങളെന്നെ ഓർക്കുന്നതൊക്കെ അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ ഓർക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ ആയി ഞാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. വാഷ് ബേസ് നന്നായിട്ട് കഴുകി വെച്ചു കേട്ടോ. കാരണം മീനൊക്കെ അതിലുടച്ച് വൃത്തിയാക്കിയത് കൊണ്ട് എന്തായാലും മീനിപ്പോൾ കഴുകിയില്ലെങ്കിലും എന്ത് ജോലി കഴിഞ്ഞിട്ടും ആ പാത്രം എല്ലാം കഴുകിയതിന് ശേഷം വാഷ് ബേസും കൂടെ ഞാൻ തേച്ച് കഴുകിയങ്ങ് ഇടും. ഇനി വേറൊന്നുമില്ല, വീടും സിറ്റൗട്ടും എല്ലാം ഒന്ന് തൂത്ത് വാരി ഇട്ടിട്ട് നനയ്ക്കാനുള്ള തുണി സർഫിൽ മുക്കി വെച്ചിട്ടാണ് പോകുന്നത്. വന്നിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ അവളെ കൊണ്ടുപോയി കാണിക്കാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ചോറ്, ഇന്നല്ല അന്ന്, ഇത് 2 ദിവസം കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്തിടുന്നത് കേട്ടോ. ചോറ്, കരുവാട് കറി, തേങ്ങ ഒഴിച്ച് കറി എല്ലാം സെറ്റായി. അപ്പം ഞാൻ പൊന്നൂസിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ, സീ യു.